ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും സേമിയയും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് തന്നെ 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റായ ശേഷം നമുക്കതും പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതേ പാനിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് സേമിയയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സേമിയ കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. സേമിയയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയയിലെ പാലൊക്കെ വറ്റി സേമിയയൊക്കെ നല്ലപോലെ വെന്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്തിരി സമയം ഇരിക്കുമ്പോൾ തന്നെ ഇത് കട്ടിയായി പോകും കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കണം. സേമിയ ഇപ്പോൾ നല്ലപോലെ കട്ടയായിട്ടുണ്ട്. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലെ കട്ടയൊക്കെ ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നേന്ത്രപ്പഴവും മുട്ടയും സേമിയയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നേരിട്ട് അടുപ്പിൽ വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഇത്രയും വീതി കൂടിയ പാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ടോട്ടൽ ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് വിട്ടു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. മറ്റൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്താൽ തന്നെ നമുക്കിത് ഇളകി കിട്ടും. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പോളയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എണ്ണയൊന്നും അധികം ഇല്ലാത്ത സ്നാക്സ് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതുപോലെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.